ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഈ മഴ സമയത്ത് ഈ നേരങ്ങളിൽ ചൂട് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് വടയാണിത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരിഞ്ഞ നല്ല പരിപ്പ് വടയാണിത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് 1 കിലോ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വടപ്പരിപ്പാണിത്. അത് ഒരു 4-5-6 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചതാണ്. അത് നല്ല കഴുകി വേണം വെള്ളത്തിലിട്ട് വെക്കാനുള്ളത്. ആ വെള്ളത്തിൽ നിന്ന് നമുക്കിത് വെള്ളം തോരാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം കാണാതെ ഇരിക്കണം. ഒരു ടിഷ്യൂ വെച്ചോ തുണി വെച്ചോ ഒന്ന് ഈർപ്പം കളഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് വെള്ളം ഒട്ടും കാണരുത്. പിന്നെ വേണ്ടുന്നത് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവാള, 4-5 പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ചോപ്പ് ചെയ്തെടുക്കണം, ചെറുതായി കട്ട് ചെയ്തെടുക്കണം. നമുക്കൊരു പാത്രത്തിലെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞത്, ഇഞ്ചി ചോപ്പ് ചെയ്തതും, പച്ചമുളക് അരിഞ്ഞതും, പിന്നെ ചെറിയ ഉള്ളി. ഇതേപോലെ ചെറിയ ഉള്ളി മാത്രമായാലും കുഴപ്പമില്ല, സവാള മാത്രമായാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് ചെറുതായി നുറുക്കിയത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു 5-6 ഉണക്കമുളകാണ്. അത് നമുക്ക് രണ്ടായിട്ടൊന്ന് പിച്ചിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വലിയ ജീരകമൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ തൊലിയൊന്നും കളയാതെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് അരയൊന്നും വേണം, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് നമുക്ക് ഈ നേരത്തെ ഇട്ട കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഞെരടി ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു വടയാണിത്. പിന്നെ നമ്മൾ നേരത്തെ തോരാൻ മാറ്റി വെച്ച ഇതിൽ നിന്ന് കുറച്ച് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് അരയൊന്നും വേണ്ട, കുറച്ചൊക്കെ തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇടയ്ക്കൊക്കെ മുഴുവൻ പീസ് കിടന്നാലൊന്നും കുഴപ്പമില്ല. നമുക്കിതുപോലെ ഉരുട്ടുമ്പോൾ കൈ കൊണ്ടെടുക്കുമ്പോൾ ഇതേപോലെ ഉരുണ്ട് വരണം. അങ്ങനെ ഇരുന്നാൽ മതി. വലിയ പീസായിട്ട് മുഴുവനെയൊക്കെ കിടന്നാലും അതിൻ്റെ കൂടെ കിടക്കട്ടെ, കുഴപ്പമില്ല. അതേപോലെ നമുക്കിതെല്ലാം അരച്ചെടുത്തുകൊണ്ട് വരാം. തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി, മഷി പോലെയൊന്നും അരയണ്ട. ഇടയ്ക്കൊക്കെ വലിയ പീസുകളൊക്കെ കിടന്നാൽ അത് കുഴപ്പമില്ല, ഇതിൻ്റെ കൂടെ കിടന്നോട്ടെന്ന് വയ്ക്കുക. പിന്നെ അതിൽ നേരത്തെ മാറ്റി വെച്ച പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. വെള്ളത്തിൻ്റെ ഒട്ടും അംശം ഇല്ലാതെ വേണം അത് അരച്ചെടുക്കാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കായം 1 ടീസ്പൂണോളം കായം പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ വിചാരിക്കും ഇത്രയും പരിപ്പോടെ എന്തിനാണെന്ന്. തൊഴിലുറപ്പുകാർക്ക് അവർക്ക് ചായക്ക് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. നമുക്ക് വീട്ടിലാണെങ്കിൽ ഒരു 200 ഗ്രാം പോലും വേണ്ട. ഇത് 1 കിലോ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി. നമുക്ക് നല്ല വടയുടെ ഷേപ്പ് കിട്ടും. നടുക്ക് ഇത്തിരി ഹൈറ്റും സൈഡൊക്കെ ഒന്ന് ഇതേപോലെ നമുക്ക് വടയുടെ ഷേപ്പ് അറിയാമല്ലോ, അതേപോലെ കൈ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി. നമുക്ക് അതേപോലെ തന്നെ കിട്ടും. ഒരു പാടുമില്ല. നമുക്ക് ഇത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് മുകളിലോട്ടായിപ്പോയി. അത് മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പുറമേ കരിഞ്ഞു പോവും. ആകെ ഉള്ള വേവത്തിൽ. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ട് ഉടനെ ഒന്നും തിരിച്ചിടരുത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ആയി വരുമ്പോൾ മാത്രം ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ ബ്രൗൺ ആവുന്ന വരെ വടയുടെ കളർ അറിയാലോ, അതേപോലെ നമുക്കിതെല്ലാം ഒന്ന് വറുത്ത് കോരണം. ഇടയ്ക്കൊക്കെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. അതായത് നമ്മളെ വട ഇവിടെ
നല്ലപോലെ മൂത്ത് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള വട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എണ്ണയൊന്നും ഒട്ടും കുടിക്കത്തില്ല. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെണ്ണ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. ബാക്കി ഇരിക്കുന്ന വടയും ഇവിടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള വട ഇതായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ഒന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയാണിത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചായക്കടിക്ക് ബെസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റാണ് ഈ പരിപ്പ് വട. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള വട. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.